ഓരോ വ്യക്തിയെയും എത്ര ആഴത്തിൽ അറിയുന്നോ അത്രയും ഇൻറ്റീരിയർ വർക്കും നന്നാവും. ഇൻറ്റീരിയറിൽ എന്തു ചെയ്യുമ്പോഴും പ്രാധാന്യം നൽകേണ്ടത് വീട്ടുകാരുടെ ഇഷ്ടത്തിനാണ്. കാരണം ആ സ്പേസ് ഉപയോഗിക്കുന്നത് അവരാണ്. ഭിത്തിയുടെ നിറത്തിൻ്റെയും ടെക്സ്ചറിൻ്റെയും കാര്യത്തിൽ അത് വളരെ പ്രധാനമാണ്. ഉപയോഗിക്കുന്നതാരെന്നതും മുറിയുടെ സ്ഥാനവും സ്വഭാവവും വെളിച്ചവുമെല്ലാം കണക്കാക്കി വേണം പെയിൻറിങ് ചെയ്യാൻ. മുറി ഉപയോഗിക്കുന്നതാര് എന്നതുപോലെ തന്നെ പ്രധാനമാണ് മുറിയുടെ സ്വഭാവവും സ്ഥാനവും. മുറിയിൽ വീഴുന്ന പ്രകാശത്തിൻ്റെ അളവിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രകാശത്തിൻ്റെ അളവ് മാറുന്നതിനനുസരിച്ച് ഓൾ ഫിനിഷിങ്ങുകൾ വ്യത്യസ്തമായി കാണപ്പെടാം. ഓരോ നിറവും പകൽ വെളിച്ചത്തിലും രാത്രി വെളിച്ചത്തിലും വ്യത്യസ്തമായിരിക്കും. പകൽ തന്നെ വെളിച്ചം കുറഞ്ഞ സമയത്തും കൂടുതൽ കിട്ടുന്ന സമയത്തും വ്യത്യസ്തമായിരിക്കും. ഇതെല്ലാം വീട്ടുകാരെ കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് പകൽ വെളിച്ചത്തേക്കാൾ വൈവിധ്യമുള്ളതാണ്. 3000 കെൽവിൻ, 4000 കെൽവിൻ എന്നിങ്ങനെ പല ലൈറ്റ് ടെമ്പറേച്ചറുകളുണ്ട്. അതെല്ലാം അനുസരിച്ച് പെയിൻറ്റിൻ്റെ നിറം വ്യത്യസ്തമായി അനുഭവപ്പെടാം. കളർ റെൻഡറിംഗ് ഇൻഡെക്സ് ഓരോ സാഹചര്യമനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. പേസ്റ്റൽ നിറങ്ങൾ, വെള്ള എന്നീ നിറങ്ങളാണ് മിക്കവരും പ്രധാന നിറമായി തിരഞ്ഞെടുക്കുന്നത്. ഓഫ് വൈറ്റ്, ആപ്പിൾ വൈറ്റ്, ചാരനിറം കലർന്ന വൈറ്റ് ഇങ്ങനെ വെള്ളയുടെ വിവിധ ഷെയ്ഡുകൾ വിപണിയിലുണ്ട്. ബ്രാസ്, സിൽവർ, കോപ്പർ പോലുള്ള മെറ്റാലിക് ഷെയ്ഡുകൾ അനുയോജ്യമായ ചെറിയ ഭിത്തികളിലോ ടെക്സ്ചർ നൽകുമ്പോഴോ ഉൾപ്പെടുത്താൻ ആളുകൾ മടിക്കുന്നില്ല എന്നതാണ് പുതിയ ട്രെൻഡ്. ഏത് മെറ്റീരിയൽ ആണെങ്കിലും അതിൻ്റെ നാച്ചുറൽ ഫിനിഷിംഗ് കിട്ടുന്ന രീതിയിലും കോൺക്രീറ്റിലും ഇഷ്ടികയിലും ക്ലിയർ കോട്ടടിച്ച് അതിൻ്റെ നാച്ചുറൽ ഫിനിഷിംഗ് കിട്ടുന്ന രീതിയിലുമാണ് ഇന്നത്തെ ട്രെൻഡ്. കോൺക്രീറ്റ് ഫിനിഷ് കിട്ടാൻ സഹായിക്കുന്ന പെയിൻറ് ഇന്ന് വിപണിയിലുണ്ട്. വാൾപേപ്പർ അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് ഏതു കാലത്തും ട്രെൻഡ് തന്നെയാണ്. വാൾപേപ്പറിലെ വലിയ പ്രിൻ്റുകളും ക്ലാസിക് പാറ്റേണുകളും അടുത്തിടെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. ഓരോ സ്പേസിൻ്റെയും സ്വഭാവം അറിഞ്ഞു വേണം അവിടേക്ക് വേണ്ട നിറങ്ങൾ തീരുമാനിക്കാൻ. മുറിയുടെ സ്ഥാനം എവിടെയാണ്, ആ മുറി ഉപയോഗിക്കുന്നത് ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീടിനുള്ളിൽ കണ്ടു പരിചയമില്ലാത്ത നിറങ്ങളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ നിറം കൊണ്ടുണ്ടാക്കുന്ന ഗുണദോഷങ്ങളെക്കുറിച്ച് പഠിച്ച ശേഷം വേണം മുന്നോട്ട് പോകാൻ. ഉദാഹരണത്തിന് ചുവപ്പടിക്കാൻ തീരുമാനിച്ചാൽ ആ നിറത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കണം. മുറി ഉപയോഗിക്കുന്നവരുടെ സ്വഭാവത്തിലും തീക്ഷ്ണത ഉണ്ടാക്കാൻ ചുവപ്പിന് കഴിയും എന്നറിയണം. കുട്ടികളിൽ ഉത്സാഹം കൂട്ടുന്ന മഞ്ഞയും ഓറഞ്ചും മുറികളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇൻറ്റീരിയറിൽ ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കുന്നുണ്ടെങ്കിൽ ചെടിയുടെയും പോട്ടിൻ്റെയും നിറത്തോടും ടെക്സ്ചറിനോടും ചേരുന്ന നിറമായിരിക്കണം ഭിത്തിക്ക്. ചെറിയ മുറിയാണെങ്കിലും നല്ലവണ്ണം വെളിച്ചം കയറുമെങ്കിൽ ഇരുണ്ട നിറവും ഉപയോഗിക്കാം. ഹോം തിയേറ്റർ പോലുള്ള ഭാഗങ്ങളിൽ ക്ലോസ് ആയി തോന്നിക്കാൻ കറുപ്പ് പോലുള്ള നിറങ്ങൾ ഉപയോഗിക്കാം. ടെക്സ്ചർ പെയിൻറ് മെയിൻ്റനൻസ് എളുപ്പമല്ല. ഏത് മുറിയാണ്, ആ മുറി ഉപയോഗിക്കുന്നത് ആരാണ് എന്നീ രണ്ട് കാര്യങ്ങൾ ടെക്സ്ചർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളുടെയും പ്രായമായവരുടെയും മുറികളിൽ ടെക്സ്ചർ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ചാരി നിൽക്കാനും കൈവയ്ക്കാനും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ടെക്സ്ചറിന് അനുയോജ്യമല്ല. കുട്ടികളും അവരുടെ സ്പേസ് ആസ്വദിക്കണം. അതുകൊണ്ട് കിഡ്സ് റൂമിൽ കുട്ടികൾക്ക് കുത്തി വരയ്ക്കാൻ വേണ്ടി മാത്രം ഒരു ഭിത്തി കൊടുക്കണം. ബ്ലാക്ക് ബോർഡ് ചെയ്യാൻ പെയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ തുടച്ച് വൃത്തിയാക്കാൻ എളുപ്പമായ പെയിൻറ്റുകൾ വിപണിയിലുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് നന്നായി ചെയ്ത് ഭിത്തിയിലെ പെയിൻറ് അല്ലെങ്കിൽ ടെക്സ്ചർ ആകർഷകമാക്കാം.